ഇല്ല, ഇപ്പം ഞാൻ ഈ വിഷയത്തിനൊന്നും സൂക്ഷ്മതയിലേക്ക് പോകുന്നില്ല. ഇതിപ്പോൾ സമീപത്ത് എത്ര നാളുകളായി, എത്ര മാസാന്തരങ്ങൾ, വർഷാന്തരങ്ങളായി ഇന്ത്യൻ സാഹചര്യത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ചർച്ചയ്ക്ക് ആധാരമായിട്ടുള്ള ഏറ്റവും ഒടുവിലത്തെ സംഭവവികാസമുണ്ടായത് ഛത്തീസ്ഗഡിൽ ആണ് എന്നുള്ളത് മാത്രം. ഇതിൻ്റെ എത്ര അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇത് വിശാലമായ അർത്ഥത്തിൽ ഏതെങ്കിലും ഒരു ഛത്തീസ്ഗഡിൻ്റെയോ ഏതെങ്കിലും ഒരു മണിപ്പൂരിൻ്റെയോ ഏതെങ്കിലും ഒരു ചുരാചന്ദ്പൂരിൻ്റെയോ ഏതെങ്കിലും ഒരു ഒറീസയുടെയോ ഏതെങ്കിലും ഒരു കാന്തബാലതയോ മാത്രം പ്രശ്നമല്ല. ഇതൊരു വിശാല പദ്ധതിയാണ്. ആ വിശാല പദ്ധതിയുടെ പ്രത്യേകത എന്താണ്? ഇന്ത്യൻ സംഘപരിവാരം, ലക്ഷണമൊത്ത ഇന്ത്യയിലെ ഒന്നാമത്തെ തീവ്രവാദ സംഘം എങ്ങനെ തങ്ങൾക്ക് അനഭിമതരായ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യന്മാരെ എങ്ങനെ ഉന്മൂലനം ചെയ്യാം, എങ്ങനെ തങ്ങളുടെ മതരാഷ്ട്ര സംസ്ഥാപനം അർത്ഥസമ്പൂർണ്ണ ഇന്ത്യയിൽ നടത്താം, ഈ വിശാല പദ്ധതിയുടെ നൂറുകണക്കിന് വരുന്ന അനുഭവങ്ങളിൽ ഇന്ന് 2025 ജൂലൈ മാസത്തിൽ നമ്മൾ ഒത്തുചേർന്ന ഈ സമയത്ത് ഏറ്റവും ഒടുവിലത്തെ സംഭവവികാസം ഇന്നുണ്ടായിരിക്കുന്നു. ഞാൻ ആവർത്തിക്കുന്നു, ഞാൻ ഇതിന്റെ ഒരു സൂക്ഷ്മതയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു സംഘപരിവാർ ആഭിമുഖ്യം പുലർത്തുന്നയാൾ തൊട്ടു മുമ്പ് പറയുന്നു സാധാരണപ്പെട്ട കുട്ടികളാണ്, അവർക്ക് ഭയമുണ്ടായിരിക്കാം ഇത്യാദി കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. ഇത് എല്ലാ കേസിലും ഇങ്ങനെയായിരുന്നില്ലേ? അങ്ങ് പരിശോധിച്ച് നോക്ക്. ഏത് കേസും അത് ഞാൻ ഈ മേൽ സൂചിപ്പിച്ചതൊന്നും സ്ഥലനാമങ്ങൾ മാത്രമായിരുന്നില്ലല്ലോ. സംഘപരിവാർ രാഷ്ട്രീയത്താൽ, ഇന്ത്യൻ തീവ്രവാദ ശക്തികളാൽ ഇന്ത്യയിലെ മതനിരപേക്ഷവാദികൾ കറകളനെ ആക്രമണങ്ങളെ ഏറ്റുവാങ്ങേണ്ട വന്ന 1000 അനുഭവങ്ങളുടെ പ്രതീകങ്ങളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പേരുകൾ അത്രയും. ആ എല്ലാ പേരുകളിലും ഇവരെ പോലുള്ള ആളുകൾക്ക് ഇത്തരം ന്യായവാദികൾ ഉണ്ടായിരുന്നു. പാവപ്പെട്ട കുട്ടികളായിരുന്നില്ലേ, അവർ തെറ്റിദ്ധരിക്കപ്പെട്ടതായിരിക്കില്ലേ, പോലീസ് കേസെടുത്തതിനെ തുടർന്ന് മറ്റു വിവരങ്ങൾ പുറത്തേക്ക് വരട്ടെ, ഇത്യാദി വിദണ്ഡവാദങ്ങൾ, നട്ടാർ കുരുക്കാത്ത പച്ച നുണ, യാതൊരു എളുപ്പമില്ലാതെ ഏതിത്തരം പ്രശ്നങ്ങളുടെ ഘട്ടത്തിലും ഇമാതിരി ആളുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നല്ല ബോധ്യത്തോടുകൂടെ പറയുന്നത്, അതിൻ്റെ ഒന്നും സൂക്ഷ്മതയിലേക്ക് പോകുന്നില്ല. പക്ഷെ മതനിരപേക്ഷവാദികൾ തിരിച്ചറിയേണ്ടതുണ്ട്. കേരളത്തിലെ അതേപോലെ തന്നെ ഇന്ത്യ സെക്കുലറായി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇന്ത്യ എമ്പാടുമുള്ള മനുഷ്യന്മാർ തിരിച്ചറിയേണ്ടതുണ്ട്. ഇതൊരു വിശാല സംഘപരിവാർ പ്രോജക്റ്റിന്റെ ഭാഗമാണ്. ആ ഭാഗമായതിന്റെ നൂറുകണക്കിന് വരുന്ന ആവർത്തനങ്ങൾക്കാണ് ഇന്ത്യ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഏതെങ്കിലും ഒരു ഈസ്റ്റർ ദിനത്തിൽ, ഏതെങ്കിലും ഒരു ക്രിസ്മസ് ദിനത്തിൽ, ഏതെങ്കിലും ഒരു പരിപാവനമെന്ന മതവിശ്വാസികൾ പൊതുവിൽ കരുതുന്ന അവരവരുടേതായ ദിനങ്ങളിൽ ഏതെങ്കിലും സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ തീവ്രവാദി നേതാക്കന്മാർ വന്ന് അരമനകളിൽ വന്ന് ചിരിച്ചു കാണിക്കുമ്പോൾ, അവിടെ വന്ന് കൈമുത്തുമ്പോൾ, അവിടെ വന്ന് നമ്മളോട് സുസ്മേരവതരനായി ചില പുതുകാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മറന്നു പോകേണ്ടതല്ല എന്ന് മതനിരപേക്ഷവാദികളായ, ഇതൊരു ക്രിസ്ത്യൻ പ്രശ്നമായിട്ടല്ല നമ്മൾ ഛത്തീസ്ഗഡിനെ കാണേണ്ടത്, മണിപ്പൂരിനെ കാണേണ്ടത് ഒരു ക്രിസ്ത്യൻ പ്രശ്നമായിട്ടല്ല, ആഗ്രയും UP-യെയും കാണേണ്ടത് ഒരു ക്രിസ്ത്യൻ പ്രശ്നമായിട്ടല്ല, ഫത്തേപൂർ സിക്രിയെയും മധുരയും കാണേണ്ടത് ഒരു മുസ്ലിം പ്രശ്നമായിട്ടല്ല. കാരണം പേരുകൾ മാറി വരുന്നതേയുള്ളൂ. ഇന്റേണൽ ത്രെറ്റ്സ് അഥവാ ആഭ്യന്തര ശത്രുക്കൾ എന്ന നിലയിൽ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ വേദപുസ്തകം അഥവാ അവരുടെ ബൈബിൾ പറയുന്നത് ലക്ഷണമൊത്ത ഉന്മൂലനം നടത്തേണ്ട വിശാലാർത്ഥത്തിലെ സൂക്ഷ്മതകളുള്ള 3 പേരിൽ ഒന്നാമത്തേത് ക്രൈസ്തവരും മുസ്ലിങ്ങളും മാർക്സിസ്റ്റുകാരുമാണ് എന്നുള്ളത് ഇന്റേണൽ ത്രെറ്റ്സിൽ ഏതു അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാവുന്ന സാധാരണക്കാരനായ ഏതു മനുഷ്യനും മനസ്സിലാകും വിധം ഇവരുടെ ബൈബിളിൽ വേദപുസ്തകത്തിൽ ഇവർ എഴുതി വെച്ചിട്ടുണ്ട്. അതിനെ തള്ളിക്കളയാത്ത അത്രയും കാലം ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ ഇവരുടെ ചതിക്കുഴികളിൽ പെടാതെ മാനായും മാരീചനായും നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ആ നിലയിൽ ഇന്ത്യൻ തീവ്രവാദികൾ നമുക്കിടയിലേക്ക് വരുമ്പോൾ മാനായി വന്നാലും മാരീചനായി വന്നാലും നിങ്ങളുടെ തീവ്രവാദ രാഷ്ട്രീയത്തിന്റെ ദംഷ്ട്ര മാറ്റാതെ ഞങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് ഒരു പുല്ലിന്റെ പോലും വിലയുണ്ടാവില്ല എന്ന് പ്രഖ്യാപിക്കാൻ ഇന്ത്യൻ മതനിരപേക്ഷതയുടെ ശക്തിയുക്തം എപ്പോൾ തയ്യാറാകുന്നോ അപ്പോൾ മാത്രമാണ് ഈ ദംഷ്ട്രകളെ, ഈ ആക്രമണങ്ങളെ ഇന്ന് ഛത്തീസ്ഗഡിലും കഴിഞ്ഞ ദിവസം മണിപ്പൂരിലും അതിനു മുമ്പ് ചുരാചന്ദ്പൂരിലും അതിനു മുമ്പ് മധുരയിലും അതിനു മുമ്പ് ഫത്തേപൂർ സിക്രിയിലും അതിനു മുമ്പ് UP-യിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടായ ഈ ദംഷ്ട്രകളുടെ തേറ്റത്തെ നമുക്ക് ചെറുത്തു തോൽപ്പിക്കാൻ കഴിയുന്നത് ഈ വിശാലമായ രാഷ്ട്രീയ ജാഗ്രത നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയുന്നിടത്താണ്. ഒറ്റവാചകം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അതുകൊണ്ട് ഇതൊരു സ്ഥലനാമം എന്ന നിലയിൽ, ഛത്തീസ്ഗഡിലെ ഒരു ഗ്രാമത്തിലുണ്ടായ ഒരു പ്രശ്നം എന്ന നിലയിൽ, ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിലെ കന്യാസ്ത്രീകൾക്കെതിരെയുള്ള ഒരു പ്രശ്നം എന്ന നിലയിൽ നമ്മൾ ചർച്ച ചെയ്താൽ പൂവുകളിൽ അത്ഭുതം കൂറുക മാത്രമായിരിക്കും. വേരുകളിലേക്ക് ആഴ്ന്നിറങ്ങാൻ കഴിയാതെ പോയ ഒരു കാര്യമായിട്ട് അത് അധപ്പതിക്കും. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഈ ഇത് സംബന്ധമായിട്ടുള്ള ചർച്ചകളും നമ്മൾ നിർബന്ധമായും ഓർമ്മിക്കേണ്ടത്.